ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പോഹ എന്ന് പറയുന്ന ഒരു ഐറ്റം. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ഉണ്ടാക്കി കണ്ടിട്ടില്ല. നമ്മുടെ വെളുത്ത കട്ടിയുള്ള അവൽ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ബ്രൗൺ അവൽ നമ്മൾ യൂസ് ചെയ്യാറില്ല ഇതിന്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിടുന്നത്. ആക്ച്വലി ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴൊക്കെ ഈ സാധനം കിട്ടുമായിരുന്നു. അന്നൊന്നും കഴിക്കുകയില്ലായിരുന്നു, കാരണം ഹോസ്റ്റലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബട്ട് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആക്ച്വലി അതിന് നല്ല ടേസ്റ്റാണ്. അപ്പം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു അതുണ്ടാക്കിയിടാൻ പറഞ്ഞ കാരണം ഞാനിപ്പം അതുണ്ടാക്കിയിടുവാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. പിന്നെ കമൻറ്റ്സ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. എന്നാൽ നമുക്ക് നോക്കാം നമ്മുടെ പോഹ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്. പോഹ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം സവാളയും കിഴങ്ങും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളകും വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നിലക്കടല എടുത്തു വെച്ചിരിക്കുന്നത് ഇട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ റോസ്റ്റ് ചെയ്യണം. തീ ഒന്നും കൂട്ടി വെക്കരുത്, പതുക്കെ ഇളക്കി അത് റോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഏറ്റവും വേകാനുള്ളത് കിഴങ്ങാണ്. അപ്പോൾ കിഴങ്ങിന് കുറച്ച് സമയം എടുക്കും വേകാനായിട്ട്. അത് നമുക്ക് ഇളക്കി ഒരു സ്ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ അത് ബാക്കി പ്രോസസ്സിൽ വെന്തോളും. ഒരു പകുതി വേവാകുന്നിടം വരെ ഇതിങ്ങനെ തന്നെ കിടന്ന് അത് വേകട്ടെ. പിന്നെ ഇതിനകത്ത് നമുക്ക് കിഴങ്ങ് ഇടാതെ ഈ പോഹ ഉണ്ടാക്കാം. അതിന് കാന്ത പോഹ എന്നാണ് പറഞ്ഞത്. അതായത് കാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ സബോളയ്ക്കാണ് കാന്ത എന്ന് പറയുന്നത്. അപ്പം പൊട്ടറ്റോ ഇല്ലാതെ തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം അതിനും സെയിം രുചി തന്നെയാണ്. ഇനി നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അല്പം ഉപ്പും കൂടെ ചേർക്കാം. കിഴങ്ങ് ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർത്തതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലും കിഴങ്ങ് വെന്തോളും. പിന്നെ ആ കൂടെ അല്പം മഞ്ഞളും കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ അവിടെ കിടന്ന് നന്നായിട്ട് ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ വേകട്ടെ. ഇതെല്ലാം കൂടെ മൂക്കുന്ന സമയത്തിന് നമുക്കൊരു പണിയും കൂടെ ഉണ്ട്. നമുക്ക് ഈ അവൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ഈ പാത്രത്തിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് അവൽ കഴുകിയെടുക്കണം. പക്ഷേ ഇത് വളരെ വേഗം ചെയ്യണം, കാരണം അല്ലെങ്കിൽ അവൽ കുതിർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ കട്ടിയുള്ള അവൽ എടുക്കുന്നത്. കനം കുറഞ്ഞ അവലും കൊണ്ട് ഇതുണ്ടാക്കാൻ പറ്റത്തില്ല, അതെല്ലാം കൂടെ പിന്നെ കുഴഞ്ഞു പോകും. ഇത് നന്നായിട്ട് കണ്ടോ, വെള്ളത്തിൻ്റെ കളർ കണ്ടോ, കൈ കഴിയുമ്പോൾ നല്ല ചെളി ഇറങ്ങും അതിനകത്ത് നിന്ന്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് വളരെ വേഗം കഴുകി പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് വെക്കണം. അത് വളരെ വേഗം ചെയ്യണം, ഒത്തിരി നേരം വെള്ളത്തിൽ കുന്ന് കിടക്കരുത്. പിന്നെ നന്നായിട്ട് അമക്കി പിഴിഞ്ഞ് അതിനകത്ത് വെള്ളം ശരിക്കും കളയണം. ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നല്ലതായിട്ട് ഇതൊക്കെ പിഴിഞ്ഞെടുക്കണം. ഒരു 2 പ്രാവശ്യം വെള്ളം തെളിഞ്ഞെങ്കിൽ 2 പ്രാവശ്യം കഴിയാൻ, ഇല്ലെങ്കിൽ ഒന്നും കൂടെ കഴുകാം. എനിവേ എങ്ങനെ കഴുകിയാലും വളരെ വേഗം അത് കഴുകിയെടുക്കുക. ഇതിനിടയ്ക്ക് അടുപ്പിൽ കിടക്കുന്ന ഉള്ളിയൊന്നും കരിഞ്ഞു പോകാതെ നോക്കിക്കോണം. നിങ്ങൾ ഇതിൻ്റെ വെള്ളം നോക്കിക്കുക, കണ്ടോ, ഇതിനകത്ത് ചെളിയൊക്കെ ഉണ്ട്. അപ്പം അവൽ നല്ലതായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ അത് പിന്നെ വല്ല മണ്ണോ ഒക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഒരു 2-3 പ്രാവശ്യം കഴുകുക, അവലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ. കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, 2 പ്രാവശ്യം കഴിയുമ്പോൾ വെള്ളം നല്ലതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കഴുകുക. അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം അത് കഴുകിയെടുത്തു. എങ്ങനെ കഴുകിയാലും വളരെ വേഗം ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും വെള്ളത്തിൽ കുതിർന്ന് കിടക്കരുത്, വേഗം ചെയ്തെടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ നോക്കാനായിട്ട്. ഇനി നമുക്ക് കഴുകി വാരിയ അവൽ ഇനി ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം.
തീ ഇപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. അവൽ ചീനച്ചട്ടിയുടെ ചോട്ടിലൊക്കെ പിടിക്കും. അതുകൊണ്ട് തീ മീഡിയത്തിൽ വെച്ച് എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വളരെ വേഗം ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. തലേദിവസം ഓർത്തൊന്നും വെക്കേണ്ട, നാളെ എന്നെ ഉണ്ടാക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഫേമസ് ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പോഹ. പക്ഷേ കേരളത്തിലോട്ട് അത്ര പ്രചാരത്തിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെടും ഇത്. അതിന് എല്ലാ സാധനങ്ങളും ചേർക്കണം. ചുമ്മാ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് ഹോസ്റ്റലിൽ കിട്ടിയ പോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എല്ലാ സാധനങ്ങളും ചേർത്ത് അത് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചോട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു പകുതി നാരങ്ങയുടെ നീരൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് തക്കാളിക്ക് ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് പുളി കിട്ടുന്നത് നാരങ്ങാനീരിൽ നിന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് എരിവ്, പുളി, മുളക് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ വെള്ളം മതി. അത്രയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം എല്ലാ രുചികളും കൂടി കൂടി ഒന്ന് ബാലൻസ് ആകും. ഇനി നമുക്ക് എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പിടി മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. അങ്ങനെ നമ്മുടെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കുകയില്ല. ഇതിനകത്ത് വേകാനായിട്ട് കിഴങ്ങ് ആണ് വേകാൻ സമയം എടുക്കുന്നത്. അവലും ബാക്കി എല്ലാ സാധനങ്ങളും വളരെ വേഗം വേകുന്നതാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്കിനി ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം. നമുക്കതിന് വേണ്ടി ഗാർണിഷ് ചെയ്യാനായിട്ട് ഗ്രേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ പൊമോഗ്രാനൈറ്റിൻ്റെ സീഡൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊമോഗ്രാനൈറ്റ് സീഡ് ഇല്ലാത്ത കാരണം ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. 1 കപ്പ് നല്ല ചൂട് ചായയും പോഹയും കൂടി നമുക്ക് ഇന്ന് കഴിക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. കമൻസൊക്കെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.